ബന്ധം ഈ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം, അല്ലേ റിനു? തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഒരു ഫൈൻഡിങ്ങിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത്. നമസ്കാരം. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? സത്യം പറഞ്ഞാൽ ലജ്ജിച്ചു പോകുന്നു. കേരളമേ നീ ലജ്ജിക്കുക എന്ന് പറയാനല്ലാതെ ഈ വാർത്ത പറയാൻ തന്നെ എന്റെ തൊലി ഉരിഞ്ഞു പോകും കേട്ടോ. ഈ ഒരു വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് നാണം കെട്ട, ഒരിക്കലും നമുക്ക് ചിന്തിക്കാനും പോലും കഴിയാത്ത തരത്തിലുള്ള സംഭവങ്ങളാണ് ബാലനാപുരത്ത് നടന്നിരിക്കുന്നത്. നമുക്കറിയാം, ദേവേന്ദു എന്ന് പറയുന്ന ആ 2.5 വയസ്സുകാരി പെൺകുട്ടിയെ എന്ത് ചെയ്തു? സ്വന്തം അമ്മയുടെ സഹോദരൻ, മാമൻ, അമ്മാവൻ എന്ത് ചെയ്തു? എടുത്ത് കിണറ്റിലെടുത്ത് എറിഞ്ഞു കൊന്നു. ആ ഒരു വാർത്ത നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ചു മുമ്പ് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഇവരുടെ ഒരു വാട്സപ്പ് ചാറ്റ് വഴിയാണ് ഇവരുടെ വാട്സപ്പ് ചാറ്റ് പോലീസ് പൊക്കിയിട്ടുണ്ട്. ഇവർ ഡിലീറ്റ് ചെയ്ത വാട്സപ്പ് ചാറ്റാണ്. അതായത് സഹോദരിയും സഹോദരനുമായിട്ട് ചെയ്ത വാട്സപ്പ് ചാറ്റുകളാണ് നിർണായകമായത്. എന്തുകൊണ്ടാണ് ഈ ദേവേന്ദുവിനെ കൊന്നത് എന്നുള്ളതും ഇപ്പൊ വ്യക്തമായിരിക്കുന്നു. അപ്പോ ഞാൻ പറഞ്ഞായിരുന്നു, അത് ഞാൻ അറിഞ്ഞായിരുന്നു. ഞാൻ അവിടെ പോയൊക്കെ തിരക്കി, നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് എന്നെ തിരക്കിയപ്പോൾ തന്നെ അങ്ങനെ ഒരു പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ പറയാൻ അറപ്പ് ഉളവാക്കുന്ന വാർത്തയായിരുന്നു അത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് പറയാത്തത്. മറ്റേതെങ്കിലും ചാനലുകൾ അത് സ്ഥിരീകരിക്കട്ടെ, അതിനുശേഷം നമുക്ക് ഈ ഒരു വാർത്ത പറയാം എന്നുള്ളതായിരുന്നു ഞാൻ കരുതിയത്. അപ്പൊ ഇപ്പൊ എന്തായാലും അതിന്റെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞതൊക്കെ ശരിവെക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഈ സഹോദരന്മാർ തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തൊലി ഉരിഞ്ഞു പോകും ഈ വാർത്തയൊക്കെ. സ്വന്തം സഹോദരന്മാർക്ക് വഴിവിട്ട ബന്ധമെന്നാണ് ഇപ്പോൾ ഈ നമ്മുടെ റിപ്പോർട്ടർ ചാനലടക്കം വാർത്ത വന്നത്. അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അവിടെയുണ്ട്. ഇനി എന്തുകൊണ്ടാണ്, ആദ്യം നമുക്ക് ആ വാർത്ത കേൾക്കാം. ഇനി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഈ പൊടി കൊച്ചിനെ, ഈ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിനെ അമ്മാവൻ എടുത്ത് കിണറ്റിൽ എറിഞ്ഞത് എന്നുള്ളതും ഈ വാർത്തക്കകത്ത് തന്നെയുണ്ട്. ആദ്യം നമുക്ക് ആ വാർത്ത കേട്ടിട്ട് നമുക്ക് പ്രതികരിക്കാം. ഓക്കെ. പോലീസിനെ തന്നെ കുഴപ്പിക്കുന്ന ആ ഒരു കാര്യമാണ്, എന്തിനാണ് ഇദ്ദേഹം ഈ കുട്ടിയെ കിണറ്റിലേക്ക് എറിഞ്ഞു കൊന്നത് എന്നുള്ളതാണ്. ആരുമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ട ഒരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ ശ്രീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു. അവരുടെ അച്ഛന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നിവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിന്റെ പേരിൽ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ്. ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവരുടെ രണ്ടുപേരുടെ മനസ്സിലായോ സംഭവം? മനസ്സിലായോ എന്താണെന്ന്? അതായത് സഹോദരന്മാരുമായിട്ട് ഇവർ രണ്ടുപേരായിട്ട് വഴിവിട്ട ബന്ധമാണ്, വഴിവിട്ട വാട്സപ്പ് ചാറ്റുകൾ വന്നു. ഇവിടെ കുറെ നാളുകളായിട്ട് ഇവരുടെ ഭർത്താവ് ശ്രീതു അല്ലേ, ശ്രീധുവിന്റെ ഭർത്താവ് അവിടെ ഇല്ലായിരുന്നു. ഈ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് പുള്ളി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ ഭാര്യ, ഈ പറയുന്ന ദേവേന്ദുവിന്റെ അമ്മ എന്ത് ചെയ്തു? ഭർത്താവുമായിട്ട് ഒരു റൂമിലിട്ട് കിടക്കാൻ പോയി. അതിവിടെ ആർക്ക് പിടിച്ചില്ല? സ്വന്തം സഹോദരന് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു, സ്വന്തം സഹോദരിയുമായി വഴിവിട്ട ബന്ധമുണ്ടായിരുന്ന സഹോദരന് അത് പിടിച്ചില്ല. അതിന്റെ കലി തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തു? ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് എന്ത് ചെയ്ത് കിണറ്റിൽ എറിഞ്ഞത് എന്നുള്ളതാണ്. മനസ്സിലായോ? എന്റെ അനുമാനം ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടിയ വാർത്ത അനുസരിച്ച് ആണെങ്കിൽ ഇവര് ഈ 2 കുട്ടികളും ഒരു റൂമിലായിരുന്നു എന്നും, അതായത് ഈ 2 കുട്ടികളും ഈ അമ്മയും ഒരു റൂമിലായിരുന്നു. ഭർത്താവ് വന്നപ്പോൾ ഭർത്താവിന്റെ റൂമിലേക്ക് ഈ അമ്മ അയച്ചു. പിന്നെ ഈ 2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഭാര്യ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ശ്രീതു അറിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പൊ കിട്ടുന്ന വാർത്ത. മനസ്സിലായോ? ഇവർ തമ്മിൽ വഴിവിട്ട കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ഭർത്താവിന്റെ അടുത്ത് ശ്രീതു വീണ്ടും പോയത് ഈ ആങ്ങളെ, ഈ അലവലാതിക്ക് പിടിച്ചില്ല. അത് മനസ്സിലായോ? ഇവനെ എന്ത് ചെയ്താൽ കൊള്ളാൻ നോക്കണം. അവന് പിടിക്കാതെ ഭർത്താവിനോട് എന്നെ വിട്ടിട്ട് വീണ്ടും നീ ഭർത്താവിനോട് പോയല്ലോ എന്നുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ പൊടി കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിഞ്ഞത്. ഇനി ആ പൊടി കുഞ്ഞിന്റെ കേസിലും ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അത് വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അത് ഈ വാർത്തയുടെ ബാക്കി കൂടി നമുക്ക് കേൾക്കാം. ഓക്കെ. ഫോണുകൾ പോലീസ് പരിശോധിച്ചു. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ ഒരു രീതിയിലും അസ്വാഭാവികത തോന്നാത്ത തരത്തിലുള്ള മറുപടിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇവരുടെ ഫോണുകൾ തമ്മിൽ പരസ്പരം പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഈ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വഴിവിട്ട രീതിയിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഫോണിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. തുടർന്നാണ് ഇവരുടെ ഈ സ്ക്രീൻഷോട്ടുകൾ അടക്കം വെച്ചുകൊണ്ട് ഇവരോട് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് ഹരികുമാർ ഇത് കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ബന്ധം ഈ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം, അല്ലേ റിനു?
തീർച്ചയായും അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ ഒരു ഫൈൻഡിങ്ങിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും അത് ഉൾക്കൊള്ളുന്നില്ല. കാരണം ചില കാര്യങ്ങളിൽ നിന്ന് ഇദ്ദേഹം ഈ ഹരികുമാർ പ്രധാന പ്രതി വ്യതിചലിക്കുന്നുണ്ട്. ഓരോ സമയവും ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഫോൺ രേഖകൾ അടക്കം വെച്ച് ചോദ്യം ചെയ്യപ്പോഴാണ് ഇത്തരം ഒരു കാര്യം പുറത്തേക്ക് വിടുന്നതും പുറത്ത് അദ്ദേഹം സമ്മതിക്കുവാൻ വേണ്ടി നിമിഷങ്ങൾക്കകം തന്നെ അതിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു സാഹചര്യം, പോലീസുകാരോട് കയർക്കുന്ന ഒരു സാഹചര്യം, ഒരു മാനസിക അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇദ്ദേഹം പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും സമയങ്ങളിൽ ഈ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറയുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പോലീസിനെ കുഴപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് ഹാജരാക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ഒരു ഫൈൻഡിംഗ് നോട്ടിലേക്ക് പോലീസിന് എത്തണം. ഒരു കാര്യം കൂടി, ഈ അമ്മയുടെ നേർ സഹോദരനല്ലേ ഈ ഹരികുമാർ? ചോദ്യം അതെ, ഒരു അമ്മയും അച്ഛനും ആണ് ഇവരുടെ രണ്ടുപേര്, അതായത് സ്വന്തം സഹോദരൻ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലായോ? ഒരു അമ്മയിൽ നിന്നുണ്ടായ, ഒരു അമ്മയ്ക്കും അച്ഛനും കൊണ്ടുണ്ടായ നേർ സഹോദരങ്ങളാണ് ഇവർ രണ്ടുപേരും എന്നുള്ളതാണ്. നോക്കിക്കേ, ഇതൊക്കെ എവിടെ പോകുന്നു, എന്താ ഇതിന് പറയാനുള്ളത്? മനസ്സിലായി? അതായത് ഭർത്താവ് കളഞ്ഞിട്ട് പോയി, ഭർത്താവ് കളഞ്ഞിട്ട് പോയി, പ്രശ്നവുമായിട്ട് പോയി, അങ്ങനെ വല്ലപ്പോഴേക്കേ വരത്തുള്ളൂ. ഇനി എന്താണ് ഭർത്താവ് കളഞ്ഞിട്ട് പോയത് എന്നുള്ളതൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതിനിടയിൽ ഇവർ തമ്മിൽ വഴിവിട്ട ബന്ധങ്ങൾ ഉണ്ടാകുന്നു. ഇവരെന്ത് ചെയ്തു? അവരുടെ ചാറ്റ്, ഇന്നലെ ചാറ്റ് ചെയ്തത് മാത്രമല്ല പല മുമ്പുള്ള ചാറ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്തു. അതൊക്കെ ഇവർ എന്ത് ചെയ്തു? തിരിച്ചെടുത്തു. പഴയ ചാറ്റുകളൊക്കെ തിരിച്ചെടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചാറ്റ് കുറേയൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് തുറന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ചാറ്റുകളാണ്. അത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ ഒരു സഹോദരിക്കും ഒരിടത്തും ഒരു ലോകത്തും ആരും സംസാരിക്കാത്ത രീതിയിലാണ് ഇവർ തമ്മിൽ ചാറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ആയിരുന്നു എന്നുള്ളതും, ഭർത്താവ് വന്നതിന് ശേഷം ഭർത്താവിന്റെ റൂമിലേക്ക് ഭാര്യ കയറിപ്പോയപ്പോ ഈ സഹോദരന്, ഈ പരനാറിക്ക് ഇത് പിടിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ഈ കൊച്ചിനെ എടുത്ത്, ഈ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചിനെ എടുത്ത് എന്ത് ചെയ്തു? കൊണ്ട് കിണറ്റിലെറിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവൻ ഈ കരഞ്ഞത്. തന്റെ സഹോദരിയുമായിട്ടുള്ള വഴിവിട്ട ബന്ധം പിടിച്ചല്ലോ എന്നുള്ള മനം കൊണ്ടാണ് അവൻ കരഞ്ഞത്. അല്ല കൊച്ചിനെ കൊന്നുകൊണ്ട് മരിച്ചതുകൊണ്ടൊന്നല്ല. ഞാൻ ഇത്ര നാറിയില്ലേ എന്നുള്ളത് കൊണ്ടാണ് ഇവൻ കരഞ്ഞത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ ഈ കൊച്ചിന്റെ കേസ് പറഞ്ഞാൽ അവിടെ മറ്റൊരു രീതിയിലുള്ള ഒരു സംസാരം വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംസാരം പുറത്തു വന്നുകൊണ്ട് ഈ കൊച്ചു തന്നെ, ഈ 2.5 വയസ്സായ കൊച്ചു തന്നെ ഇവന്റേതാണ് എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും അവിടെ വരുന്നുണ്ട്. സത്യാവസ്ഥ നമുക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു സംസാരവും അവിടെ ഞാൻ നേരത്തെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു വാർത്തകളും വരുന്നുണ്ട്. കാരണം അവിടെയുള്ള അയൽക്കൂട്ടത്തിൽ അല്ലെങ്കിൽ അകത്തുള്ളവർക്കെല്ലാം ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇവരുടെ ബന്ധവും ഇവരുടെ സംസാര രീതിയും പെരുമാറ്റ രീതിയും ഒക്കെ മറ്റൊരു തരത്തിലാണ് എന്ന് പലരും പിന്നെ സംശയിച്ചിരുന്നു. പക്ഷെ സഹോദരനല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നിയതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ അവരെ വലുതായിട്ട് കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ സഹോദരനുമായിട്ടുള്ള ഈ ബന്ധം കൊണ്ടാണ് ഈ ഭർത്താവിനെ ഇങ്ങോട്ട് അടുപ്പിക്കാത്തതും. ഈ സഹോദരൻ പറഞ്ഞിട്ടുണ്ട് ഭർത്താവ് ഇങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ല. ഈ ഒരു കേസും പറഞ്ഞുകൊണ്ട് പല തവണയും എന്ത് ചെയ്തിട്ടുണ്ട്? ഇവളുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട് ഈ സ്വന്തം സഹോദരൻ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇവരെ എന്തിന്റെ കഴപ്പാണെന്ന് നോക്കണം. ഇവന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്നൊക്കെ പറയുന്നു. എങ്ങനെ മാനസിക വിഭ്രാന്തി വരാതെ ഇരിക്കൂടെ? ഇത് പിന്നീട് ഈ പറഞ്ഞതുപോലെ എന്താണ് നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി ചിന്തിക്കുന്ന ഒരു കേസാണോ? സ്വന്തം കൂടപ്പറപ്പിന്റെ കാമ കണ്ണുകളോടുകൂടി സ്വന്തം കൂടപ്പറപ്പിനെ നോക്കുന്നവൻ നോർമൽ അല്ല. അവൻ എന്താണ്? അവൻ ഭ്രാന്തനാണ്. അവൻ കാമഭ്രാന്തനാണെന്നേ പറയുള്ളൂ. അപ്പൊ മാനസിക വിഭ്രാന്തി അവൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവൻ മാനസിക വിഭ്രാന്തി അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട്. സ്വന്തം അമ്മയെ പ്രാപിക്കാൻ വേണ്ടി നടക്കുന്നവൻ, സ്വന്തം മക്കളോട് ഈ പറയുന്ന കാമവെറിയോടുകൂടി നോക്കുന്നവർ ഒരുപാട് വാർത്തകളുണ്ട്. അവരൊക്കെ മാനസിക നില തെറ്റിയവരെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. മാനസിക നില തെറ്റാത്തവർക്ക് ആർക്കും ഇങ്ങനെ സ്വന്തം ചോരയോട് സ്വന്തം മക്കളോടോ സ്വന്തം സഹോദരിയോടോ അമ്മയോടോ ഒന്നും ഇങ്ങനെയൊന്നും തോന്നില്ല. പക്ഷെ ഇത് ഒരുപാട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പലരും മറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്തു? ഇതൊക്കെ പുറത്തു വരുന്നു. ഇപ്പൊ നോക്കിക്കേ, ഇത് ഈ ഒരു വഴിവിട്ട വൃത്തികെട്ട മാറിയ ബന്ധം പുറത്തറിയാൻ വേണ്ടി പാവം കുഞ്ഞിന്റെ ജീവനാണ് പോയത്. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള വർഷങ്ങളോളം ഈ ഒരു ഭൂമിയിൽ ജീവിച്ച് തന്റെ ആശകളെല്ലാം അകറ്റാനുള്ള കൊച്ചായിരുന്നു. എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ബാക്കി വെച്ചുകൊണ്ട് ആ പൊടി കൊച്ച് മരിച്ചുപോയത്. അതിനൊക്കെ അവന്റെ കാമ വെറി തീർക്കാൻ വേണ്ടിയിട്ട്, അവന്റെ കാമക്കടി തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ആ പൊടി കുച്ചിനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരുവാക്കിയത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തു. ഇതിന് എന്ത് പറയണം, എങ്ങനെ പിന്നീട് പ്രതികരിക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.